ഹലോ ആർദ്രക്കുട്ടി, ആർദ്രമോള് ഈ ധ്യാനത്തിലേക്ക് വന്ന് ധ്യാനാപാനസതി ധ്യാനം VMC മലയാളത്തിൽ വന്ന് കേട്ട് ചെയ്ത് അമ്മയോടൊപ്പം ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുണ്ടേ? ആദ്യം തന്നെ ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്കും സീമാജിക്കും എല്ലാ മാസ്റ്റേഴ്സിനും നന്ദി. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം അമ്മയാണ്. അപ്പോൾ അമ്മ എന്നോട് എല്ലാം വീഡിയോസും ഒന്ന് കാണിച്ചു തരും, സീമാജി പറഞ്ഞ ഓരോ പ്രധാന കാര്യങ്ങളും. അപ്പോൾ അത് കാണും, ഞാനത് കേൾക്കും. എന്നിട്ട് ഒരു ദിവസം എന്നെ പെട്ടെന്നൊരു വീഡിയോ ഉണ്ടെന്ന് കാണിച്ചാൽ സീമാജി പറയുന്നത് മാംസഭക്ഷണം അത് കഴിക്കുന്ന നടക്കുന്ന ശ്മശാനങ്ങൾക്ക് തുല്യമാണ്. അന്ന് ഞാൻ നോൺ വെജ് നിർത്തി. ഒറ്റ വാക്കിൽ ഞാൻ നിർത്തിയതാ. പിന്നെ വീട്ടിൽ വെച്ചാലും കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ അന്ന് ഒരു മാർച്ച് നിർത്തിയിട്ട് പിന്നെ ജൂണിൽ എനിക്ക് മെഡിറ്റേഷൻ തുടങ്ങാൻ കഴിഞ്ഞത്, കാരണം എക്സാം വന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തു. എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി. എന്താ പഠിക്കണ മോള്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക, ഇപ്പൊ സെക്കൻഡ് ഇയർ. അരെ സൂപ്പർ. മോൾക്ക് എന്തൊക്കെ മാറ്റം വന്നോടാ? എനിക്ക് ചെറുപ്പം തൊട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കുരുക്കളുണ്ടാവും. മുഖത്താണ് ആദ്യം ഉണ്ടായി തുടങ്ങിയത്, ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഹോർമോൺ ചേഞ്ച് തന്നെയാന്ന് പറഞ്ഞു. എന്താ ചിലവര് പറഞ്ഞു തലയിൽ താരനും ഒക്കെ ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിച്ചു. എങ്കിലും അത് മാറല്ല. ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കുരുക്കളുണ്ടായി, കയ്യിലും പുറത്തും കാല് വരെ ഉണ്ടായി. ഇങ്ങനെ വെറുതെ കുരുക്കളുണ്ടായി പൊട്ടി പഴുക്കും. ചില സ്ഥലത്ത് ആ കുരുക്കളുണ്ടായിട്ട് ഇങ്ങനെ കുഴി വന്ന് പോയിട്ടുണ്ട്. അതുപോലെ കൈകളിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് കോളേജിൽ പോകാൻ കാരണം എനിക്ക് രാവിലെ മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ബ്രഹ്മോർത്തിദാന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നേരം കുറെ അനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് എന്നിട്ടും കയ്യില് കാലിലൊക്കെ കുരുക്കൾ ഉണ്ടാവാറില്ല, ചെറിയ കുരുക്കൾ ഉണ്ടാവുള്ളൂ. ആ കറുത്ത പാടുകളും മാറും, കുരുക്കളെല്ലാം മാറി തുടങ്ങി. കയ്യില് ഇതുപോലെ ഇവിടെ കുഴിഞ്ഞായിരുന്നു എന്റെ കയ്യിൽ. ഇപ്പൊ നല്ല ക്ലിയർ ആയി അല്ലേ? കണ്ടോ? ഇപ്പൊ ചെറിയ ചെറിയ കുരുക്കൾ, ആ പാടുകള് ഇങ്ങനെ മാറാറുള്ളൂ. രണ്ട് കയ്യിലും ചെറിയ പാടുകളെ ഇനി മാറാളൂ അല്ലേ? ഈ കയ്യിലും അതെ, ഇവിടെയും പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ നല്ല ഉടുപ്പുകളൊന്നും ഇടാൻ കഴിയില്ലായിരുന്നു. അതായത് കുഴികൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കറുത്ത കുഴികളാ പഴുത്തിരുന്നിട്ട്. ചെറുപ്പം തൊട്ട് ഇപ്പൊ നല്ല സ്കിന്നായി. കണ്ടോ അല്ലേ? സ്മൂത്ത് സ്കിൻ. നല്ല ഉടുപ്പുകളൊന്നും ഇടില്ലായിരുന്നു. ഇപ്പൊ നല്ല ചന്തള്ള കുപ്പായാണല്ലോ, കുഞ്ഞുടുപ്പിട്ടു സുന്ദരി. ഉടുപ്പുകൾ ഇടുമായിരുന്നു, കോളർ ഉള്ള കഴുത്തുള്ള ഉടുപ്പ് ഇടുമായിരുന്നു. കഴുത്തിലൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ആയിരുന്നു. അതെല്ലാം ധ്യാനം ചെയ്തപ്പോ സുന്ദരിയായി, കുഞ്ഞുടുപ്പിടാൻ പറ്റി. ബ്യൂട്ടിഫുൾ ഗേൾ ബാബ. അതിനുശേഷം അതുപോലെ തന്നെ എനിക്ക് വന്നൊരു മാറ്റാട്ടോ സീമാജി. ചെറുപ്പം തൊട്ടേ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ഇങ്ങനെ ഇടിയും മിന്നൽ ഇരുട്ട് അതിനൊന്നും എനിക്കൊരു പേടിയില്ല. ഞാൻ അന്നേരം നോക്കി വേണമെങ്കിൽ നിൽക്കും. പക്ഷെ എനിക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് പേടി, ഇങ്ങനെ സ്വപ്നം കണ്ട് പേടിക്കും. അങ്ങനെ ഒരു ദിവസം ഇപ്പം ധ്യാനം ചെയ്തുകൊണ്ട് ആ സമയത്ത് തന്നെയായിരുന്നു അമ്മ എന്തോ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനത് കണ്ടുകൊണ്ട് എന്തോ കഴിച്ചാൽ കൈ കഴുകാൻ പോകുമായിരുന്നു. അപ്പോൾ വീട് ചെറുതാണ്, അപ്പോൾ പുറത്തായിട്ട് ടോയ്ലറ്റ് ഞങ്ങൾക്ക്. അപ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് എന്നും ലൈറ്റ് ഇട്ടാൽ ഞങ്ങൾ പോകാറുള്ളൂ. പക്ഷെ കൈ കഴുകാനുള്ളൂ എന്ന് ഓർത്ത് മാത്രം ഞാൻ ലൈറ്റ് ഇടാണ്ട് പോയി. പൈപ്പ് തുറന്ന് വെള്ളം തുറന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കാലെടുത്ത് വെച്ച് എന്തോ ഒരു സാധനത്തിൽ കയറി ഇങ്ങനെ ചവിട്ടി തെന്നി പോവാ. അയ്യോ ഇത് എന്തോ ഒരു ജീവിയാണല്ലോ എന്നോർത്ത് മാറിയപ്പോൾ ഒരു പാമ്പിനെ കയറിയ ചവിട്ടുക. അത് വളവളപ്പം പാമ്പ് എന്ന് പറയും, വിഷം കൂടിയത്. അതിനാണ് ചവിട്ടി. എനിക്ക് എന്നിട്ട് പേടിയായിപ്പോയി വല്ലാണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ പാമ്പിന് പേടിയുള്ളതുകൊണ്ട് പേടിച്ചു പോയി അല്ലാണ്ട്. അപ്പൊ എനിക്ക് സൗണ്ട് വന്നില്ല പുറത്തേക്ക്. ഞാൻ ഇങ്ങനെ ഓരോ സൗണ്ട് കേൾപ്പിച്ച. അപ്പോൾ അമ്മയും അനീറ്റിയും വന്നു. എന്നാടി നീ കേൾപ്പിക്കുന്ന വെച്ചാൽ വാലടച്ചിട്ട് കയറി വന്നാകത്ത് പാമ്പിനെ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ പാമ്പിനൊക്കെ കൊല്ലുമായിരുന്നു. ഞങ്ങൾ കൊല്ലണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനന്നേരം ഇനി അങ്ങനെ കയറി വന്നാണെന്ന് പറഞ്ഞ് അതിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിന് വലിയ നീളമുള്ള പാമ്പായിരുന്നു. അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വല്ലാണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷം, അതിനെ കൊന്നല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് എനിക്ക് പെട്ടെന്ന് കരച്ചിലും ഒരു ഇതായിപ്പോയി. അപ്പോൾ ഞാൻ കരഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നീ കരയല്ലേ, പോയി മെഡിറ്റേഷൻ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം പോയി മെഡിറ്റേഷൻ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക അന്നേരം. അപ്പോൾ ഇങ്ങനെ ക്ഷമ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തോ ഒരു ഇങ്ങനെ പാമ്പ് ഇങ്ങനെ ചീറ്റയുടെ സൗണ്ട് എനിക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴഞ്ഞു വരുന്ന അത്രയും ചെറിയ സൗണ്ട് വരെ എനിക്ക് കേൾക്കാൻ വരുമായിരുന്നു. എഴഞ്ഞു വരുന്ന സൗണ്ട് കുറച്ച് കഴിഞ്ഞത് എൻ്റെ മേത്തോക്കോടെ എന്തോ കയറി വരുക. അന്നേരം ഞാൻ എനിക്ക് ശ്രദ്ധിക്കാറില്ല, ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. അന്നേരം എൻ്റെ ഉടുപ്പിരുന്നപ്പോൾ പെട്ടെന്നിരുന്നാണ് ഉടുപ്പിങ്ങനെ മുറുകിയിരുന്നാണ് ഇവിടെ വന്നിട്ട് ഈ ഉടുപ്പിങ്ങനെ മുറുകിയിരുന്നപ്പോൾ ഇവിടെ എന്തോ വന്നിങ്ങനെ തടഞ്ഞു നിന്നിട്ട് കയറാൻ പറ്റാത്ത പോലെ നിൽക്കുക. അപ്പോൾ ഞാനിത് എന്താ എൻ്റെ ധ്യാനം ഇത് മുടക്കുവാണല്ലോ എന്നോർത്ത് ഞാൻ പയ്യെ എണീറ്റ് ഉടുപ്പ് ചെറുതായി ലൂസാക്കി ഇട്ടു. കുറച്ച് കഴിഞ്ഞത് ഒരു പാമ്പിൻ്റെ സോള് അതിങ്ങനെ എന്നിങ്ങനെ വന്ന് ഭീകരമായിട്ട്, ഞാനിപ്പോൾ എന്ത് പാമ്പിനെ കണ്ടാലും ഭീകരമായിട്ടായിരുന്നു എന്നെ കാണുന്നത്. പക്ഷെ ആ പാമ്പിൻ്റെ സോൾ എന്നെ വന്നിട്ട് ഒരു പ്രത്യേകമായിട്ട് എന്നെ നോക്കിയിട്ട് മാഞ്ഞു പോയത്. അപ്പോഴത്തേക്ക് അതിനുശേഷം എനിക്ക് പാമ്പിനോട് പേടിയില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ ഉണ്ണിക്ക്? ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ?
ക്ഷമാപണ ധ്യാനം, അതായത് അത് ഒട്ടും പേടിക്കാതെ ചെയ്ത തെറ്റ് കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അച്ഛനറിയില്ലല്ലോ ഈ തിരിച്ചറിവില്ലാത്ത കാരണം അത് മരിച്ചു പോയല്ലോ എന്നുള്ള വേദനയിൽ നിന്നും പ്യൂറായിട്ട് ധ്യാനം ചെയ്തപ്പോൾ അത് ക്ഷമിച്ചു മോളെ. അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കർമ്മഫലത്തിൽ അത് ഉണ്ടായിരുന്നു, അതങ്ങ് ഒഴിഞ്ഞു പോയി. ഇത് വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ എന്ത് സ്വപ്നം കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഇത് കൊത്താൻ വന്ന പോലും ഭീകരമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നത്. വീട്ടില് പണ്ടൊക്കെ എന്തെങ്കിലും പാമ്പിനെ കൊന്നാൽ ഞാൻ പുറത്തേക്ക് പോലും പോവില്ല, അതിനെ കൊന്നിട്ട സ്ഥലത്ത് പോലും ഞാൻ ചെല്ലില്ല, അതുപോലെ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ അതിങ്ങനെ എന്റെ തോളത്തോടെ വന്ന് എന്നെ ഇങ്ങനെ നോക്കുക ചെയ്തത്, അതിന്റെ സോള്. എന്നിട്ട് ആദ്യം മേത്തോടെ ഇങ്ങനെ ഇഴഞ്ഞു വരുവോ ചെയ്തേ. അന്നേരം ഞാൻ ശ്രദ്ധിക്കുള്ളൂ എന്താ എന്റെ ധ്യാനം മുടക്കാൻ വന്നതാണോ. എന്നാലും ധ്യാനത്തിന് അനങ്ങിയില്ല പൊന്നു മോളെ. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയ പാമ്പ് അന്നേരം എന്നും ഭീകരമായിട്ട് നോക്കണം, അതെന്തോ ഒരു സ്നേഹത്തോടെ എന്നെ നോക്കി. എന്നിട്ട് അതങ്ങ് മാഞ്ഞു പോയി. അതിനുശേഷം ഞാൻ പാമ്പിനെ കണ്ടാൽ എനിക്കൊരു പേടിയോ ഒന്നും തോന്നാറില്ല. ഞാൻ കാണും അതിനെ സ്നേഹത്തോടെ തന്നെ അതിനോട് എന്തും സംസാരിക്കണത്. അതായത് ജന്മജന്മങ്ങളിലാണ് അവർ അത് തീർത്ത് കളഞ്ഞത് ആ ക്ഷമയിലൂടെ അല്ലേ. ഇനി ഒരിക്കലും പേടിക്കണ്ടെന്നും പറഞ്ഞു, ഇനി ഒരിക്കലും പേടിക്കണ്ടെന്നും കാണിച്ചു തന്നു പോയി. യെസ്, ഒത്തിരി നന്ദിയുണ്ട് സീമാജി. അയ്യോ എൻ്റെ പൊന്നെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടല്ലോ. എന്നിലൂടെ പറയപ്പെട്ട കാര്യം, പരമഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ച കാര്യം, പ്രകൃതി എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു തന്നു. അത് അനുസരിക്കുമ്പോഴല്ലേ, അതനുസരിച്ച് ഇതുകൊണ്ടല്ലേ മോൾക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടിയത്. അതുപോലെ കോളേജിൽ കുട്ടികളും നോൺ വെജ് എടുത്തിരുന്ന് അയക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആരും എനിക്ക് ഇങ്ങനെ നോൺ വെജ് തരരുത്, ഞാൻ കഴിക്കില്ല, ഒന്നും തോന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവര് എന്നോട് പറയുക പോലും ചെയ്യില്ല, എന്റെ പാത്രത്തിലേക്ക് ഭക്ഷണം ഇടുവോ ഒന്നും ചെയ്യില്ല. അവര് എന്തെങ്കിലും കറി കൊണ്ടെന്നാ പറയും ഇത് മീന് തൊടാത്തതാട്ടോ, നോൺ തൊടാത്ത, നീ ഇത് കഴിച്ചോന്നും പറഞ്ഞു തരും. അല്ല അങ്ങനെ പിള്ളേരായാലും നല്ലൊരു സപ്പോർട്ടായിരുന്നു. നല്ല കുട്ടികള് അല്ലേ. അതെ അതെ അതെ, ഈ മോള് നല്ലതായ കാരണം മോളോട് കൂട്ടുകൂടുന്നവര് നല്ല കുട്ടികള്. ലവ് യു മാ. ഒത്തിരി നന്ദിയുണ്ട് ഇതിലേക്ക് വരാൻ, സീമാജിനെ കാണാൻ കഴിഞ്ഞതിലും. ഞാനല്ലേ നന്ദി പറയണ്ട്. ആചരിക്കുന്നവരെ കാണുമ്പോഴല്ലേ എൻ്റെ ആത്മാവിന് ആനന്ദം അല്ലേ. വെറുതെ ധ്യാനത്തിന് വന്നിട്ട് ഞാൻ ധ്യാനം ചെയ്തിരുന്നു എന്ന് പറയാ, ധ്യാനം ചെയ്തിട്ട് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലും വ്യത്യാസമില്ലേ മോളു. ലവ് യു. ഞാനാണ് ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണ്ട്. ലവ് യു, ലവ് യു. താങ്ക് യു. അതെ, ദേഷ്യം കൂടുതലുണ്ടായിരുന്നോ? അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ചേട്ടനോടായാലും അനിയത്തിയോടായാലും ആരാ എന്താന്നും നോക്കൂല, പറയാനുള്ള പറയും. പക്ഷെ നല്ല ദേഷ്യത്തിലായിരിക്കും, എല്ലാം എടുത്തെറിഞ്ഞു പൊട്ടിക്കും. അങ്ങനെ ഒരു ഭയങ്കര അഗ്രസീവ് പറഞ്ഞു ഞാൻ. പക്ഷെ ധ്യാനത്തിൽ വന്നേ പിന്നെ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല. എന്ത് കേട്ടാലും എനിക്ക് ദേഷ്യം വരില്ല, എന്ത് പറഞ്ഞാലും. പക്ഷെ എനിക്ക് ദേഷ്യമേ വരില്ല. ഞാന് പെട്ടെന്ന് എല്ലാം ചിരിച്ച് പുഞ്ചിരിച്ചു ആരെന്ത് പറഞ്ഞാലും. ഒരു ദേഷ്യം മനസ്സിൽ ആരോടും വെക്കില്ല, പകയും വെക്കില്ല. അത് ഒരു ഭയങ്കര ഒരു മാറ്റമായിരുന്നു എനിക്കത്. ആരോടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെടണായിരുന്നു. ആര് വന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് വന്നാലും ഞാൻ പറയും അത്. പക്ഷെ അവർക്കത് വല്ലാണ്ട് ഫീൽ ആവും, അതുപോലെ ദേഷ്യപ്പെടും ഞാൻ. അതെല്ലാം വല്ലാണ്ട് ശരിക്കും മാറിയല്ലേ. ആരും ദേഷ്യപ്പെടാറേ ഇല്ല. ഗായത്രി മാഡത്തിന്റെ മോള് ഭൂമിയുടെ ആഭരണമായി, പ്രകൃതിയുടെ ആഭരണമായി മാറി. മോൾക്ക് ഒരുപാട് വർക്കുണ്ട്. യൂത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം, അവർക്ക് അറിഞ്ഞുകൂടാ. പാവം എല്ലാവർക്കും. വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്തെ അവള് കണ്ടെന്ന് മെഡിറ്റേഷൻ, അവിടെ നീ വേണം പോയി, നീ അവിടെ പ്രകൃതിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അതെ, അതെന്താണ് ധ്യാനത്തിൽ കേട്ടത്? അതെന്താ എല്ലാവരും ഇങ്ങനെ പറയില്ലേ, ഞാൻ ഈ വിഷ്വൽസ് കണ്ടു അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പകരം ഞാൻ ഒരു ദിവസം മെഡിറ്റേഷൻ അപ്പൊ പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്തിയ ഒരു ഇതുപോലെയായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഒക്കെ ഈ വരണ്ട് കിടക്കണം ഭൂമി, ഇലകളില്ല, മണ്ണ് മാത്രം ഭയങ്കര ഉണങ്ങി കിടക്കുക. അതെന്തിന്റെ ശാപം കിട്ടിയതൊക്കെയാണ് അങ്ങനെയെന്ന് പറയാറില്ലേ? പക്ഷെ അല്ല, ഇപ്പൊ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും, ഉണങ്ങി പോവുന്നൊക്കെ. അപ്പൊ ശാപമോക്ഷം കിട്ടി മോൾക്ക് അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ശാപം കൊണ്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, അതായത് ജീവിതത്തിൽ യാതൊരു പച്ചപ്പും ഇല്ലാത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, മനുഷ്യരിൽ അത് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇനി യാതൊരുവിധ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു പ്രത്യാശയില്ലാത്ത ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുക അല്ലേ? അതിലൂടെ നടന്നു പോവാ. അപ്പൊ മണ്ണിനൊന്നും ബലമില്ല, മണ്ണൊക്കെ ഇളകി പോവാ, പാറകളൊക്കെ തൊടുമ്പോ ചുമ്മാ ഉരുണ്ടു പോവാ. അപ്പൊ എവിടെന്നോ എനിക്ക് ഇങ്ങനെ ഒരാൾ പറയുക, നീ വേണം ഭൂമിയെ സംരക്ഷിക്കാന്ന് ഒരു പറഞ്ഞു. അത് ഭൂമി എങ്ങനെ സംരക്ഷിക്കാം? മനുഷ്യനിൽ മാറ്റം വന്നാൽ അല്ലേ? മനുഷ്യനിൽ മാറ്റം വന്ന മനുഷ്യനാൽ സംരക്ഷിക്കപ്പെടും. ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ പറഞ്ഞ എവിടെ പോയിട്ട് നമ്മൾ രക്ഷിക്കും? അപ്പൊ മനുഷ്യനാൽ ഭൂമി രക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യനിൽ മാറ്റം വരണം. അതായത് വരണ്ടുണങ്ങി ഡ്രൈ ആയ കരുണരഹിതമായിട്ടുള്ള ഒരു
പ്രത്യാശകളില്ലാതെ ജീവിക്കുന്നവർക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകണം മോള്, അല്ലേ? അവർക്ക് ധ്യാനം പഠിപ്പിച്ചു കൊടുക്കണം, വെജിറ്റേറിയനിസത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, ഏത് ശാപങ്ങളും നമ്മളെ വിട്ടുപോകും ക്ഷമാപണ ധ്യാനം ചെയ്താലെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ക്ഷമയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, നന്ദിയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനൊക്കെ ദൃക്സാക്ഷി ഏതാണ്? ജീവിച്ചിരിക്കുന്ന ജീവനോടെ സന്തോഷത്തോടെ ഇത്രയും ദിവ്യമായിട്ടുള്ള മോള് തന്നെ, അല്ലേ? അപ്പോൾ ഇത് യൂത്തിലേക്ക് എത്തിക്കൂ, എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കൂ. ബേബി ലവ് യു മാ. താങ്ക് യു സിമാജി. താങ്ക് യു ബാബാ. യെസ്.